ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ രൂക്ഷ പരാമർശവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മന്ത്രി സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തത് നിയമവിരുദ്ധമെന്നും ക്രിമിനലുകൾക്ക് മറുപടിയില്ലെന്നും ഗവർണർ പറഞ്ഞു. സംഭവത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. യോഗം നിയമപരമായാണ് നടന്നതെന്നും എല്ലാത്തിന്റെയും അധികാരിയാണ് താനെന്ന തോന്നലാണ് ഗവർണർക്കെന്നും മന്ത്രി ആർ ബിന്ദു കുറ്റപ്പെടുത്തി. കേരള സർവകലാശാല സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി ആർ ബിന്ദുവിനെതിരെ ഗവർണർ ആഞ്ഞടിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തത് നിയമവിരുദ്ധമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട്. ചട്ടലംഘനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ഗവർണറുടെ തീരുമാനം. In my opinion, illegality has happened and law will certainly take its course. So what I know is that somebody claiming to be education minister tried to illegally enter the Senate hall. എന്നാൽ സെനറ്റ് യോഗം ചട്ടപ്രകാരമാണ് ചേർന്നതെന്ന് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇകഴ്ത്തിക്കാട്ടാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. നമ്പർ 1 ആയിട്ട് തന്നെ നിൽക്കുന്ന കേരളത്തിന്റെ ഇതുവരെ സമാർജിച്ച നേട്ടങ്ങളെയൊക്കെ ഇകഴ്ത്തി പറയുക നിരന്തരം. ഞാനാണ് എല്ലാത്തിൻ്റെയും അധികാരി എന്ന് വിധിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ നമുക്ക് കേരളത്തിൽ പരിചിതമായിട്ടുള്ള ഒരു കാര്യമല്ല. മന്ത്രിയുടെ വിമർശനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ക്രിമിനലുകൾക്ക് മറുപടിയില്ലെന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. I am not going to respond to criminals. വീണ്ടും സർവകലാശാല വിഷയത്തിൽ ഗവർണറും മന്ത്രിയും കൊമ്പുകോർത്തതോടെ തർക്കം രൂക്ഷമാകും. ഇതോടെ സെനറ്റ് യോഗവും സെർച്ച് കമ്മിറ്റി നിയമനവും കോടതി കയറുമെന്ന് ഏതാണ്ട് ഉറപ്പായി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.